ചുമ്മാ വീട്ടിലിരുന്നപ്പോഴാണ് കുറച്ച് മധുരക്കിഴങ്ങ് പറിച്ച് പുഴുങ്ങിയാലോ എന്ന് ആലോചിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, തൂമ്പ എടുത്ത് പറമ്പിലേക്ക് ഇറക്കി. ക്യാമറാമാൻ്റെ മിടുക്കുകൊണ്ട് ഫസ്റ്റത്തെ കൊത്ത് ക്യാമറയിൽ കുടുങ്ങിയില്ല. 2 കിഴങ്ങും കിട്ടിയായിരുന്നു. പിന്നെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി പിന്നെ കൊത്തിക്കൊണ്ടിരുന്നു. ഇവിടെ ചുമന്ന ചീനക്കിഴങ്ങാണുള്ളത്. ചിലയിടത്തത് വെള്ളയൊക്കെ ഉണ്ട്. ഇത് അച്ഛനെ ഇവിടുന്ന് കൊണ്ട് നട്ടയാണ്. അങ്ങനെ കൊത്തി 3 കിട്ടി. പിന്നെയും കിട്ടുമെന്ന പ്രതീക്ഷയിൽ പിന്നെയും കൊത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരെണ്ണം കൂടി കിട്ടി. പിന്നെ അവസാനത്തിനായിട്ട് പിന്നെയും കൊത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം തപ്പി പിടിച്ച് ഒരെണ്ണം കൂടി കിട്ടി. വേറെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി മാന്തിക്കൊണ്ടിരുന്നു. അങ്ങനെ വേറെ ഒന്നും ഇല്ലയെന്ന് മനസ്സിലായപ്പോൾ നല്ല കിട്ടിയത് കൊണ്ട് പോയി കഴുകി. എല്ലാവരും വയ്ക്കുന്നുണ്ടാവും, ഇത്രയും വെള്ളം എന്തിനാണ് കഴുകി കളയുന്നതെന്ന്. ഈ വെള്ളമെല്ലാം ഒലിച്ച് പോകുന്നത് നമ്മളവിടെ സപ്പോർട്ടയും തൊട്ടടുത്തൊരു അനാറ് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വെള്ളമാവുകയും ചെയ്യും. പിന്നെ മോട്ടർ ഓണാക്കിയാണ്. താഴെ നമുക്ക് സ്വന്തമായിട്ടൊരു കുളമുണ്ട്. അങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു. 2-3 വട്ടം കഴുകിയെടുത്തു. ഇതിൽ ചെറിയ മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളത് ചെത്തൊന്നുമില്ല, ഡയറക്റ്റ് നേരെ എടുത്ത് പുഴുങ്ങും. അതുകൊണ്ട് 2-3 വട്ടം നല്ല വൃത്തിയായിട്ട് കഴുകി. അങ്ങനെ കിഴങ്ങൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ വലിയ അത് പുഴുങ്ങാൻ വേണ്ടി കൊണ്ടുപോയി. പിന്നെ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വലിയ ഷെഫാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു കല എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. കിഴങ്ങ് മുങ്ങിക്കിടക്കാൻ പാകത്തുള്ള വെള്ളം മതി. അതിലേക്ക് കിഴങ്ങിടുക, നേരെ അത് അടുപ്പത്ത് വെക്കുക, വേവിക്കുക. പിന്നെ നമ്മൾ അതിൽ ഉപ്പ് പോലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അടുപ്പത്തേക്ക് വെക്കാൻ പോയപ്പോഴത്തേക്കും അടുപ്പൊക്കെ കത്തിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ അത് അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം നല്ല വെന്ത് സെറ്റായി. ഇനി അത് നമുക്ക് വാങ്ങിയിട്ട് വെള്ളം ഊറ്റിക്കളയണം. അങ്ങനെ ഒരു തുണി എടുത്തു, അടുപ്പിൽ നിന്ന് മെല്ലെ കലം വാങ്ങിയെടുത്ത് വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടി പോയി. അങ്ങനെ ചൂടുവെള്ളം ഡയറക്റ്റ് സിങ്കിലേക്ക് ഒഴിച്ചാൽ പൈപ്പ് ഉരുകി പോകുമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കപ്പ് വെച്ചിട്ട് അതിലേക്കാണ് വെള്ളം ഊറ്റിയത്. ഇനി അത് മെല്ലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തു, കിഴങ്ങ് അതിലേക്ക് കുടഞ്ഞിട്ടു. അങ്ങനെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയ സ്ഥിതിക്ക് ഒരു കട്ടൻ ചായ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഒരു കട്ടൻ ചായ ഇട്ട് കപ്പിൽ ചായ എടുത്ത് കിഴങ്ങും എടുത്ത് ഞാൻ വരാന്തയിലേക്ക്. ഇവിടെ വരാന്തയിൽ ഇരുന്ന് ചായ കുടിക്കാനൊരു പ്രത്യേക വൈബാണ്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ റോട്ടിൽ കൂടെ പോണവരെ വായി നോക്കി ചായ കുടിക്കും. അങ്ങനെ ചായ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒരു സിപ്പ് കുടിച്ചു. ചായക്ക് കുറച്ച് മധുരം കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാൽ പിന്നെ കിഴങ്ങ് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചെടുത്ത് പൊട്ടിച്ചപ്പം സാധനം നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. കഴിച്ച് നോക്കിയപ്പോഴോ കിടിലൻ ടേസ്റ്റ്. ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം.